ഹലോ വെൽക്കം ടു എക്സൽ സ്കിൽ കോർണർ. മൈക്രോസോഫ്റ്റ് വേർഡ് കോഴ്സിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു എക്സലൻറ്റ് ഡോക്യുമെൻറ്റ് ക്രിയേഷനാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഇന്നത്തെ ടുഡേ സിനാരിയോയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ, ഡോക്യുമെൻറ്റേഷൻ, ടേബിൾസ്, അതുപോലെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ ആർട്ടിക്കൽസ്, നമുക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് ഉപയോഗിക്കാൻ. സ്മാർട്ടായിട്ട് അതുപോലെ തന്നെ ടേബിൾ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇത് എങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുക കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് കാണാം. നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് പല ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ് നെയിം ആണെങ്കിൽ ടൈറ്റിൽ ബാർ, അതുപോലെ ലെഫ്റ്റ് കോർണറിലാണ് ക്വിക്ക് ആക്സസ് ബാർ. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് അതിൽ ഡ്രാഗ് ചെയ്തിടാം. പിന്നെ നമ്മൾ മുകളിൽ കാണുന്നത് ടാബ് ആണ്. ദാറ്റ് മീൻസ് ഫയൽ, ഇൻസെർട്ട്, ഇതൊക്കെയാണ് ടാബ് ഓപ്ഷൻ എന്ന് പറയും. ഇതിൻ്റെ താഴെ വരുന്നത് റിബൺ എന്ന് പറയും നമ്മൾ. കാരണം ഇതിൻ്റെ ഓരോ ഓപ്ഷൻ്റെ ഫങ്ഷൻസ് ആണ് റിബൺ. അതുപോലെ നമുക്ക് ഹോമിൽ ഉണ്ടാവും ക്ലിപ്പ് ബോർഡ്, അതുപോലെ പേജ് ലേഔട്ടിൽ ഡോക്യുമെൻറ്റ്, ഇതെല്ലാം നമുക്ക് റിബൺ ഓപ്ഷനിലുണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് വൈറ്റ് സ്പേസ് ആണ് വർക്ക് സ്പേസ്. നമ്മൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യണതും എല്ലാം ഇത് ചെയ്യുന്നതും അവിടെയാണ്. അതുപോലെ തന്നെ ഫയൽ ഓപ്ഷൻ കാണാൻ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാം. ഇവിടെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് റിബൺ, നമുക്ക് റിബൺ കസ്റ്റമൈസ് ചെയ്യാനും, കാരണം റിബൺസിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ സേവ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓട്ടോ റിക്കവറിക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഡിസ്പ്ലേ ഓപ്ഷനിലുള്ളത് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ്റെ ഡിസ്പ്ലേ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയും, അതുപോലെ കളർ സ്കീം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ക്രോൾ ബാർ, നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണാം സ്ക്രോൾ ബാർ. ഡോക്യുമെൻറ്റേഷൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ക്രോൾ ബാർ ഉപയോഗിക്കുന്നത്. പിന്നെ സൂം പാനലിൽ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കാം. അതുപോലെ ഉപയോഗിക്കുന്ന അടുത്താണ് നമുക്ക് പ്രിൻറ്റ് പ്രിവ്യൂയുടെ പല ഓപ്ഷൻസ് ഉണ്ട്. പ്രിൻറ്റ് പ്രിവ്യൂ, അതേപോലെ നമുക്ക് ഇതിൻ്റെ പേജ് നമ്പർ 1 or 2 കാണാം. ഡോക്യുമെൻറ്റേഷൻ്റെ ലെറ്ററിങ് എത്രയുണ്ട് അതൊക്കെ എല്ലാം നമുക്ക് സ്റ്റാറ്റസ് ബാർ എന്ന ഓപ്ഷനിൽ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ കാരണം നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാനും സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സേവ് ആസ് എന്ന ഓപ്ഷനാണ്. സേവ് ആസ് ചെയ്യുമ്പോൾ നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റിലേക്കാണ് സേവ് ആസ് ടൈപ്പ് കൊടുക്കുക. കാരണം നമുക്ക് വിവിധ ഡോക്യുമെൻറ്റിന് സാധാരണ വേർഡ് ഡോക്യുമെൻറ്റ് ടൈപ്പിലേക്ക് കൊടുക്കുക. മാക്രോ എനേബിൾഡ് ചെയ്തെങ്കിൽ മാക്രോ എനേബിൾഡിലേക്ക് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് ടെസ്റ്റ് നെയിം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സേവ് ചെയ്യുന്ന ഫയലിൽ നമുക്ക് കാണാം ടെസ്റ്റ് വന്നിട്ട് ടൈറ്റിൽ ബാറിൽ നമ്മൾ എന്ത് പേര് വെച്ച് സേവ് ചെയ്യണം അത് ഓട്ടോമാറ്റിക് കാണാം. കൂടുതൽ ലെസൺ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണാം. ഓക്കെ, ബൈ.